വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 ഉള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാന സംഭവങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായുള്ളത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പീഡനവും മരണവും ശിഷ്യന്മാരോട് വീണ്ടും പ്രവചിക്കുന്നു. രണ്ടാമത് ദേവാലയ നികുതി അടയ്ക്കുന്ന സംഭവമാണ്. ഈ രണ്ട് സംഭവങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ ദൈവികതയും വിനയവും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനങ്ങൾ മൂന്ന് പ്രധാന ആത്മീയ സത്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ പ്രവചനം. ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യന്മാർക്ക് ഈ വാക്കുകൾ വളരെ ദുഃഖകരമായിരുന്നു. കാരണം അവർ ക്രിസ്തുവിനെ ഒരു മഹത്വമുള്ള രാജാവായി കാണുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ വഴി, മഹത്വത്തിലേക്കുള്ള വഴി ക്രൂശിലൂടെയായിരുന്നു. ദ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ എന്ന പിതാവ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പീഡനം മനുഷ്യരക്ഷയുടെ വാതിലാണ്. അവൻ്റെ ക്രൂശാണ് ലോകത്തിൻ്റെ മോചനം. ക്രിസ്തു തൻ്റെ ജീവിതം സ്വയം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കുവാൻ വന്നവനാണ്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് ദൈവപുത്രൻ്റെ സ്വാതന്ത്ര്യം. ദേവാലയ നീതി ശേഖരിക്കുവാൻ പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ? പത്രോസ് അതേ എന്ന് പറഞ്ഞു. പിന്നീട് യേശു അവനോട് ഒരു പ്രധാന സത്യം പറയുന്നുണ്ട്. രാജാക്കന്മാർ നികുതി ആരിൽ നിന്ന് വാങ്ങുന്നു? അവരുടെ മക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ? പത്രോസും മറുപടി നൽകുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് എന്ന്. അപ്പോൾ യേശു തമ്പുരാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണ്. ഇതിനർത്ഥം ക്രിസ്തു ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ വീടായ ദേവാലയത്തിന് നികുതി നൽകേണ്ട ബാധ്യത ഇല്ല എന്ന്. എങ്കിലും അവനത് ചെയ്യുന്നു. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തു നികുതി കൊടുത്തത് ബാധ്യത കൊണ്ടല്ല, വിനയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃക കാണിക്കാനാണ് എന്ന്. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് വിനയവും അനുസരണവും. യേശു പത്രോസിനോട് കടലിൽ പോയി ചൂണ്ടലിടാൻ പറയുന്നു. ആദ്യമായി പിടിക്കുന്ന മീനിൻ്റെ വായിൽ ഒരു നാണയമുണ്ട്. അതിലെടുത്ത് നികുതി കൊടുക്കുവാനായിട്ട് അവനോട് കൽപ്പിക്കുന്നുണ്ട്. ഇതൊരത്ഭുതമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ വലിയ ആത്മീയ സന്ദേശമുണ്ട്. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ സ്വതന്ത്രരായിരുന്നാലും മറ്റുള്ളവർക്ക് ഇടറൽ വരുത്താതിരിക്കുവാൻ വിനയത്തോടെ പ്രവർത്തിക്കണമെന്ന്. വലിയമാർ ബസേലിയോസ് പറയുന്നു, സത്യമായ മഹത്വം അധികാരത്തിലല്ല, വിനയത്തിൽ ആണ് എന്ന്. 3 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്തുവിൻ്റെ ക്രൂശാണ് നമ്മുടെ രക്ഷ. അവൻ ദൈവപുത്രനാണ്. യഥാർത്ഥ മഹത്വം വിനയത്തിലാണ്. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. അവൻ ദൈവപുത്രനായിട്ടും വിനയത്തോടെ ജീവിച്ചു. മനുഷ്യരക്ഷയ്ക്കായി തൻ്റെ ജീവൻ പോലും സമർപ്പിച്ചു. നമ്മളും ക്രിസ്തുവിനെ പോലെ വിനയത്തിലും അനുസരണത്തിലും ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.